എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപിക, സൈക്കോളജി കൗൺസിലർ. എൻസൈറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ഒന്നിലല്ലെങ്കിൽ വേറൊരു കാര്യത്തിൽ ഒരു ആൻസൈറ്റി. പക്ഷേ ചില ആളുകളിലുള്ള ആൻസൈറ്റി ഒരു വലിയ അസുഖത്തിലേക്ക് വഴിതെളിയിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ ഒരു പെയിനിലോട്ട് പോകുന്ന ഒരു ആൻസൈറ്റിയാണ് ഫിനാൻഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത്. എന്താണ് ഫിനാൻഷ്യൽ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ? ജീവിതത്തിൽ പണം എടുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വറി. എപ്പോഴും എങ്ങനെയാണ് പണം ഉണ്ടാക്കേണ്ടത്, പിന്നെ എനിക്ക് ഒരു മന്ത് എൻഡ് വരുമ്പോഴേക്കും ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക, എല്ലാം ഒന്ന് റീപേ ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ പണത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സ്റ്റക്നെസ്, അതിനെ പറയുന്ന പേരാണ് ഫിനാൻഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്നത്. ഇത് ഒട്ടുമിക്ക ആളുകളിലും ഈ ഫിനാൻഷ്യൽ ആൻസൈറ്റി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത് ചിലർക്ക് കൺട്രോളബിൾ ആണ്, അത് മാനേജ് ചെയ്യാൻ പറ്റും. എന്നാൽ ചില ആളുകൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ലൈഫിൽ തന്നെ ഒരു മടുപ്പ് തോന്നുകയും ലൈഫ് അവസാനിപ്പിക്കാനൊക്കെ തോന്നുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്. നമുക്കിന്ന് എന്താണ് ഫിനാൻഷ്യൽ ആൻസൈറ്റി എന്നും അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും എങ്ങനെയൊക്കെ അത് സോൾവ് ചെയ്യാം എന്നും നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും എന്തൊക്കെ സിംറ്റംസ് ആണ് ഫിനാൻഷ്യൽ ആൻസൈറ്റി എന്ന് പറയുന്ന ഒരു അസുഖം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു സ്ട്രെസ്നെസ് ഉണ്ടാകുമ്പോൾ ആ വ്യക്തി കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഫിനാൻഷ്യൽ ആൻസൈറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനിനി പറയാൻ പോകുന്ന ഒരു 4 കാര്യങ്ങൾ നമ്മളിലുണ്ടോ, നമ്മുടെ ക്യാരക്ടറിലുണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഒന്നാമതായിട്ട് അവോയ്ഡൻസ് എന്ന ക്യാരക്ടറാണ്. എന്താണ് ഈ അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യാതെ, എന്തെങ്കിലും ബില്ലുണ്ടെങ്കിൽ അത് റീപേ ചെയ്യാതെ, ഫിനാൻഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇടപെടാൻ അല്ലെങ്കിൽ ആ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാവാതെ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. എന്തെങ്കിലും സാമ്പത്തിക കാര്യം വരുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത എന്നല്ല, അതൊന്നും ചെയ്യാത്ത കുറച്ച് ആളുകളുണ്ട്. അത് ഫിനാൻഷ്യൽ ആൻസൈറ്റിയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം. അവരുടെ ഉത്തരവാദിത്തങ്ങളൊന്നും അവർ ചെയ്യില്ല, സാമ്പത്തികപരമായ ഉത്തരവാദിത്തങ്ങളൊന്നും അവർ ചെയ്യാതെ ഇങ്ങനെ മുന്നോട്ട് പോകും. രണ്ടാമത്തെയാണ് റുമിനേഷൻ എന്ന് പറയും. റുമിനേഷൻ എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കുന്നത്, ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ചിന്തിക്കുകയാണ്, ഇനി ഈ മാസം അവസാനം ഞാൻ എന്ത് ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോൺ റീപേ ചെയ്യാണ്ട്, കുറേ ബില്ലുകൾ സെറ്റിൽ ചെയ്യാനുണ്ട്, എന്ത് ചെയ്യും, റിട്ടയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഞാൻ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്നതിനെക്കുറിച്ച്, ഇപ്പോൾ അറ്റ് പ്രസൻറ്റിനെ കുറിച്ചല്ല അവർ ചിന്തിക്കുന്നത്, എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്, അന്നേരത്തേക്കുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് എന്തൊക്കെയായിരിക്കണം, അതിനു വേണ്ടി മാത്രം അറ്റ് പ്രസൻറ്റിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെയും ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ നമ്മളിൽ ഉണ്ടായിരിക്കും, ഇത്തരക്കാരിൽ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ അത്തരം കാര്യങ്ങൾ ചിന്തിച്ച് അതൊരു ഫിനാൻഷ്യൽ വറീനെസ് ആവുകയും അത് ഫിസിക്കലി ഒരു പെയിനായി നമ്മളിൽ അവശേഷിക്കും. തലവേദന, ദേഷ്യം വരൽ, ഒരു കോൺസെൻട്രേഷൻ കിട്ടായിക, ഇങ്ങനെയൊക്കെ നമ്മളിൽ ഉണ്ടാവും. മൂന്നാമത്തെയാണ് അനലൈസിസ് പാരാലിസിസ് എന്ന് പറയും. അതായത് നമുക്ക് വേണ്ടി തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയായിരിക്കും, പാർട്ട്നേഴ്സിന് വേണ്ടിയായിരിക്കും, മറ്റാളുകൾക്കൊക്കെ വേണ്ടി ഒരു കുഞ്ഞു സമ്മാനം അല്ലെങ്കിൽ ഒരു കുഞ്ഞു സാധനം വാങ്ങിച്ചാൽ തന്നെ അതിൻ്റെ വിലയെക്കുറിച്ച് ആലോചിച്ച് ഓവർ വറീഡാവുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ഇത്തരക്കാരിൽ. അതേപോലെ തന്നെ 4th വൺ, നോ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അവർ ഡേ ടു ഡേ കണ്ടിന്യൂസ്ലി ദേ ആർ ഡൂയിങ് ദെയർ വർക്ക്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഏണിങ് മോർ മണി. അവരുടെ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പണം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും ഇനിയും പണം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുക എന്ന. അവിടെ ഫാമിലി റിലേഷൻ ഇല്ല, ഫ്രണ്ട്ഷിപ്പ് ഇല്ല, പുറത്തു പോകുന്നില്ല, ഈവൻ അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടി പോലും ഒന്നും ചെയ്യാൻ തയ്യാറാവാതെ മേക്ക് മോർ മണി എന്ന ഒരു ചിന്ത മാത്രമായിട്ട് നടക്കുന്ന
കുറച്ച് ആളുകളുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന ക്യാരക്ടറിൽ എന്തെങ്കിലും നിങ്ങളിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്ക് അത് സോൾവ് ചെയ്ത് എടുക്കണം. കാരണം ഇതിങ്ങനെ നീണ്ടു കൊണ്ടുപോയാൽ അത് ആ വ്യക്തിയിൽ ഒരുപാട് ഫിസിക്കലി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മാനസികമായി അയാൾ ഒറ്റപ്പെടും, വിഷാദ രോഗങ്ങളിലേക്കും. അതേപോലെ തന്നെ അമിതമായ ദേഷ്യമുണ്ടാകുമ്പോൾ അത് ഫാമിലിയുടെ ഒരു ഫ്രഷ്നെസ്സിൽ, ഫാമിലിയിൽ തന്നെ അതൊരു പ്രോബ്ലംസ് ഉണ്ടാക്കും. അങ്ങനെ പേഴ്സണലി സോഷ്യലി ഒക്കെ അയാൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിനി അത് സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹൗ ടു ഓവർകം ദ ഫിനാൻഷ്യൽ ആങ്സൈറ്റി. ഒന്നാമതായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒക്കെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസിലൂടെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുത്തതാണ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ കൺസൾട്ടേഷനിലൂടെ, ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലൂടെ നേടിയ ചില പോയിൻറ്റ്സുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ മേക്ക് എ പ്ലാൻ. മേക്ക് എ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി അതിനെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കണം. എത്രയാണ് എൻ്റെ വരുമാനം, ആ വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം ഞാൻ ചെലവ് ചെയ്യാൻ, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ബാലൻസിൽ എത്തിക്കാൻ ആ ഒരു വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വേണം ഞാൻ ചെയ്യാൻ എന്ന ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഒരു ഡേ ടു ഡേ ബഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കുക. അതായത് ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇത്ര രൂപ വരെ എനിക്ക് ചിലവാക്കാനുള്ള ഒരു സെറ്റ് വേണ്ടിയിട്ട് അതിനു വേണ്ടി നമ്മൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. രണ്ടാമത്തെയാണ് ജേണൽസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഗോൾസിനെ കുറിച്ചും അതിനു വേണ്ട സ്റ്റെപ്പുകളെ കുറിച്ചും ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ അതാത് കാര്യങ്ങൾ നമ്മൾ എഴുതി തയ്യാറാക്കുന്നു. ഈ എഴുതുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ മനസ്സിലേക്ക്, സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചേരുകയാണ്. നമ്മൾ എഴുതുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പോകുന്നു. ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യാൻ നമ്മളിൽ തന്നെ ഒരു ഉൾപ്രേരണ ഉണ്ടാകും. നമുക്കത് ആരും നിർബന്ധിക്കേണ്ടതായിട്ട് വരില്ല. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എഴുതുമ്പോൾ വളരെ പെട്ടെന്ന് അത് പതിഞ്ഞു കഴിഞ്ഞാൽ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ചെയ്യാൻ നമ്മളിൽ തന്നെ ഒരു ഉൾപ്രേരണ ഉണ്ടായിരിക്കും. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയും നമ്മുടെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക. അതാത് ദിവസത്തെ കാര്യങ്ങൾ എഴുതി വെക്കുക. നാളെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇന്ന് തന്നെ നമ്മൾ എഴുതി തയ്യാറാക്കുമ്പോൾ അടുത്ത നെക്സ്റ്റ് ഡേ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ മൈൻഡും കൂടെ അതിനനുസരിച്ച് സെറ്റ് ആയി മാറും. ദെൻ തേർഡ് വൺ, യൂസ് ദ റിലാക്സേഷൻ ടെക്നിക്. അവിടെ നമ്മളിങ്ങനെ സ്ട്രെസ്സ് വരുമ്പോൾ, നമുക്കിപ്പോൾ വിചാരിച്ച പണം എത്താതെ വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ മന്ത് എൻഡിൻ്റെ ഉള്ളിൽ നടക്കാതെ വരുമ്പോൾ, ആ മന്ത് എൻഡ് വരുമ്പോഴേക്കും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷനുണ്ട്. ഞാൻ ഇതൊക്കെ പാടെ എന്ത് ചെയ്യും എന്ന ഒരു ടെൻഷൻ. അപ്പോൾ ആ ടെൻഷൻ നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ആകെ കൂടെ നമ്മളിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. അപ്പോൾ അത് എങ്ങനെ കണ്ടിന്യൂസ്ലി ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചില റിലാക്സേഷൻ ടെക്നിക്സുകൾ യൂസ് ചെയ്യാം. യോഗ, മെഡിറ്റേഷൻ, വാക്കിംഗ്, ലിസണിങ് മ്യൂസിക്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം കുറച്ച് നേരം സംസാരിച്ചിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ബോഡിയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആവുകയും, അത് മൈൻഡും ബോഡിയും ഫ്രഷ് ആവുമ്പോൾ നമുക്ക് ആ ഒരു തലയ്ക്കുണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാരം റിലാക്സ് ആയിട്ട് റിലീസ് ചെയ്ത് പോകും. ദെൻ ഫോർത്ത് വൺ, സ്റ്റിക്ക് അസ് ദ നോർമൽ റൊട്ടീൻ. എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. എനിക്ക് പണം മന്തിൻ്റെ എൻഡിലോട്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വർക്ക് ആക്റ്റീവായിട്ട് ചെയ്യുക. നമ്മൾ അതിനു വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിൽ പുതിയ പുതിയ ഐഡിയാസ് നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവും. അത് നമുക്ക് എന്തായാലും ഒരു ബെനിഫിഷ്യൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഓവർ ടെൻസ്ഡായി ഇരുന്നത് കൊണ്ട് നമ്മുടെ മൈൻഡും
ബോഡിയും നെഗറ്റീവ് ഇഫക്റ്റേ നമുക്കുണ്ടാവുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ആക്റ്റീവായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ട് തന്നെ പോവുക. ദെൻ ഫിഫ്ത്ത് വൺ, ബിൽഡ് അപ്പ് എ സപ്പോർട്ട് സിസ്റ്റം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഏതൊരു വ്യക്തിക്കാണെങ്കിലും നമ്മുടെ ഫിനാൻഷ്യൽ മാറ്ററുകൾ തുറന്നു പറയാൻ പാകത്തിനുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ എപ്പോഴും കൂട്ടുക. ബാക്കിയുള്ള കാര്യം പറയുന്നത് പോലെ അല്ല ഒരു ഫിനാൻഷ്യൽ മാറ്റർ, ഒരു സാമ്പത്തിക പ്രശ്നം. ഞാൻ എൻ്റെ സാമ്പത്തിക പ്രശ്നം വേറൊരു വ്യക്തിയോട് പറയണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി അത്രയും വിശ്വസ്തനായാൽ മാത്രമേ അത് കേട്ടിരിക്കാൻ തയ്യാറാവൂ. നമുക്ക് അറിയാം, ഒരാൾ ഒരു ഫിനാൻഷ്യൽ മാറ്റർ സംസാരിക്കുമ്പോൾ പൊതുവെ അവിടെ നിന്നും ഉൾവലിയാൻ ശ്രമിക്കും ബാക്കിയുള്ളവർ. കാരണം അവർ ചിന്തിക്കുന്നത് എന്നിൽ നിന്നും എന്തെങ്കിലും സാമ്പത്തിക സഹായം പ്രതീക്ഷിച്ചായിരിക്കുമോ ഈ വ്യക്തി എന്നോട് പറയുന്നത് എന്ന ചിന്ത അവരിലുണ്ടാവും. പക്ഷെ ഒരിക്കലും ആയിരിക്കില്ല. എൻ്റെ മാനസിക വിഷമങ്ങൾ എനിക്ക് അത്രയും വിശ്വസ്തരായ ഒരു ഫിനാൻഷ്യൽ മാറ്റർ ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് അത്രയും വിശ്വസ്തരായ ആളുകളോടെ അത് പറയുള്ളൂ, അത്രയും അടുപ്പമുള്ള ആളുകളോടെ പറയുള്ളൂ. അത് മേ ബി പാർട്ട്ണർ ആയിരിക്കാം, ഫ്രണ്ട് ആയിരിക്കാം, ആര് തന്നെ ആയാലും ആ വ്യക്തി പറയുന്നത് എനിക്ക് സാമ്പത്തിക സഹായം വേണം എന്ന് വെച്ചിട്ടായിരിക്കില്ല. എൻ്റെ മനസ്സിലുള്ള ആ ഒരു വിഷമം, ആ ഒരു സ്ട്രെസ് ഒന്ന് റിലീസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ കേൾക്കാൻ ഒരാളായിരിക്കും വേണ്ടത്. അതുപോലെ ഒരു വ്യക്തിയെ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. അത്തരം ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ ഇന്നും നമ്മൾ അവരെ കാത്തു സൂക്ഷിക്കുക. നമ്മൾ ഇന്നത്തെ സൂയിസൈഡിൻ്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു എബോവ് 50% സാമ്പത്തിക പരാധീനതകൾ മൂലമാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പക്ഷേ ആ വ്യക്തി പറയുന്ന കാര്യമൊന്നും നമ്മൾ കേൾക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മനസ്സ് ഫ്രഷായി ഒരു റിലാക്സ്, ഒരു സമാധാനം കിട്ടും. അതൊരു പക്ഷേ ആ വ്യക്തിക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ പ്രവണതയിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യ എന്ന ഒരു സൊല്യൂഷനിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ കഴിയാതെ ലൈഫിലോട്ട് കയറി വരാൻ കഴിയുമായിരിക്കും. ഇത് എവിടെയും പറയാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ, സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് പിന്നെ ഒരു വഴിയാണ് അവർ തിരഞ്ഞെടുക്കുക. നമ്മൾ ഒരു വ്യക്തിയെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഒരു ചെറിയ അഭിപ്രായം അവരുടെ ലൈഫ് ടേണിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ എന്നും ഒരു ലൈഫ് സപ്പോർട്ടായിട്ട് കൂടെ കൂട്ടി നമ്മുടെ മൈൻഡ് ഇടയ്ക്കൊന്ന് ബ്രഷപ്പ് ചെയ്യുക, ഫ്രീ ആക്കുക. ദെൻ നെക്സ്റ്റ് വൺ ആൻഡ് ലാസ്റ്റ് വൺ, ദ ആസ്ക് ഫോർ ദ ഹെൽപ്പ്. ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്രൊഫഷണൽസിൻ്റെ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ ഒക്കെ സഹായം തേടുക. നമുക്ക് നമ്മുടെ വരവും ചെലവും ഒന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് വളരെ വറീഡാണ്, സ്ട്രെസ്ഡ് ആണ് എന്ന് തോന്നുമ്പോൾ ഈ പറഞ്ഞ ആളുകളെ നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഞാൻ ഫിനാൻഷ്യലി ഓക്കെ അല്ല, അതിനിടയ്ക്ക് ഞാൻ ഇത്തരം ആളുകളെയൊക്കെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ലേ എന്ന്, അല്ലെങ്കിൽ അത് എന്നെ ബാധിക്കുമോ, എനിക്ക് അഫോർഡബിൾ ആണോ എന്ന് ചിന്തിക്കും. തീർച്ചയായും ആണ്. വളരെ നമ്മുടെയൊക്കെ സർക്കിളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഉപദേശം തരാൻ കഴിവുള്ള ഒട്ടേറെ വ്യക്തികൾ നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കും. അതേപോലെ ഇൻ്റർനെറ്റിലൂടെ പല ടിപ്സുകളും നമുക്ക് ഫിനാൻഷ്യലി ഉള്ള ടിപ്സ് ആണെങ്കിലും മെൻ്റലി ഉള്ള ടിപ്സ് ആണെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റിലൂടെ പല വഴിക്കും നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മളെ കണ്ടെത്താനും അത് ഫോളോ ചെയ്യാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ലൈഫിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവും. നമുക്ക് അത്തരത്തിലുള്ള ഒരു ആങ്സൈറ്റി കാരണം നമ്മുടെ മൈൻഡും ബോഡിയും നമ്മുടെ പിടിവിട്ട് പോവില്ല. നമുക്കൊരു സ്പെഷ്യൽ എനർജി വരും. ഇനി ഇതിനോടൊപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒരു വ്യക്തി ഒരു കുടുംബത്തിൽ ആരാണോ ഏൺ ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മാത്രമല്ല, ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ ആ വ്യക്തിയുടെ കൂടെ നിൽക്കുന്ന ഫാമിലി, പാർട്ട്ണറായിരിക്കാം, ഹസ്ബൻഡായിരിക്കാം, വൈഫായിരിക്കാം, കുട്ടികളായിരിക്കാം, പാരൻസ് ആയിരിക്കാം, ഇവരൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇവരെല്ലാവരും കൂടെ കൂടിച്ചേർന്ന് അവരെയും കൂടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റൂ. എൻ്റെ പാർട്ട്ണറുടെ, എൻ്റെ പാരൻസിൻ്റെ വരുമാനം എന്താണ് എന്ന്
അല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ വൈഫിന് എത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വരുമാനം കൊണ്ടുതരുന്ന വ്യക്തിയുടെ വരവുകൾ എന്ത്, ചെലവുകൾ എന്ത്, അതിൽ എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും അവെയർ ആയിരിക്കണം. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ നമ്മളിൽ നിന്നും അങ്ങനെ ഉണ്ടാവാൻ പാടൂ. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തുന്നതിന് പകരം അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുകയും അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കുകയും അവർക്കൊരല്പം ധൈര്യവും സപ്പോർട്ടും കൊടുക്കുകയും ചെയ്താൽ അത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ പണം സമ്പാദിക്കുന്ന വ്യക്തി ഒരാളാണ്, അയാൾ തന്നെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യട്ടെ എന്ന ചിന്ത ഒരിക്കലും ശരിയല്ല. അയാളുടെ സർക്കിളിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സർക്കിളിൽ ആരൊക്കെയാണോ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് അവരൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അവരുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് തൻ്റെ വരുമാനവുമായി തൻ്റെ ഫിനാൻഷ്യൽ സർക്കിള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി ഏൺ ചെയ്യുന്ന വ്യക്തിയുടെ മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത്, അവരുടെ വിഷമങ്ങൾ എല്ലാം നമ്മളുടേതും കൂടെ ആണെന്ന് കരുതി മനസ്സിലാക്കി വെക്കണം. അത് അവരെവിടെയെങ്കിലും ഒന്ന് തകർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വിഷമിച്ചു പോകുമ്പോൾ, ഒരു കൺഫ്യൂഷനായി പോകുമ്പോൾ നമ്മളുടേതായ ചെറിയ ചെറിയ അഭിപ്രായങ്ങളും സ്നേഹത്തോടെയുള്ള സംസാരവും കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴും കിട്ടുന്ന ആ ഒരു 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 ഫ്രഷ്നെസ് ഉണ്ടല്ലോ, ആ ഒരു ധൈര്യമുണ്ടല്ലോ, അത് മതി മിക്ക ആളുകൾക്കും ഒരു സൂയിസൈഡിലേക്കോ ലൈഫ് ആകെ നിരാശയിലേക്കോ പോയി അവർ മെൻ്റലി വീക്കായി പോവാതിരിക്കാൻ ഏറ്റവും വേണ്ടത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നുള്ള എസ്പെഷ്യലി പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ഒരു സ്നേഹത്തോടെയുള്ള സപ്പോർട്ടും തലോടലും തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലികളിൽ എല്ലാവർക്കും ഇതുപോലെയുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ കഴിയട്ടെ. അതുപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും, ഇന്ന് സൊസൈറ്റിയിൽ ഒരുപാട് ആചാരങ്ങളും സെലിബ്രേഷൻസും ഫെസ്റ്റിവൽസും ഒക്കെ വന്നിട്ടുണ്ട്. ഇതെല്ലാം കുറച്ച് വ്യക്തികളെങ്കിലും സ്വന്തം പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പുറത്ത് എന്ത് കാണിച്ചു അതിനേക്കാൾ ഒരു പടിക്ക് മുൻപിൽ ഞാൻ കാണിക്കട്ടെ എന്ന ഒരു തരം മത്സരമാണ് ഇന്ന് സെലിബ്രേഷൻസ് മിക്കതും. ആഘോഷങ്ങളാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും ഒക്കെ ഒരു തരം ഫിനാൻഷ്യൽ കോമ്പറ്റീഷനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എൻ്റെ വരുമാനം എന്താണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വരുമാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മോശമല്ലാത്ത രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതാണ്. അല്ലാതെ നമ്മുടെ അയൽക്കാർ ചെയ്തതിനേക്കാൾ ഒരു പടിക്ക് മുൻപിൽ ഞാൻ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൊസൈറ്റിയിൽ നമുക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്ത്, അതിനെ ഇമേജ് എന്നല്ല നമ്മൾ പറയേണ്ടത്. ഇമേജ് എന്ന വാക്ക് അതിന് യോജിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മളൊരു ഫിനാൻഷ്യൽ ഡെപ്തിലേക്ക് വീണു പോയാൽ അല്ലെങ്കിൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകൾ ആരും നമ്മളെ സഹായിക്കാൻ എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ബാധ്യത മുഴുവൻ നമ്മളിൽ മാത്രമാണ് ഒതുങ്ങിക്കൂടി നിൽക്കുന്നത്. അത് നമുക്ക് സഹിക്കാതെ വരുന്നു. നമ്മളുടെ കൂടിയ ആളുകളെല്ലാം ഫിനാൻഷ്യലി വീക്കാണെന്ന് പറയുമ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള മാനസികാവസ്ഥ നമ്മൾക്കുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണോ എന്നതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതും കൂടെയാണ്. നമ്മളുടെ കഴിവിനും നമ്മളുടെ സാമ്പത്തിക ശേഷിക്കും അല്ലെങ്കിൽ നമ്മളുടെ ആരാണോ പണം സമ്പാദിക്കുന്നത് അവരുടെ എത്ര വരുമാനത്തിന് ഉള്ളിൽ നിന്ന് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഹൗ ടു സേവ് എന്നുള്ള ഒരു ക്യാരക്ടർ, എങ്ങനെയാണ് വളരെ കുറഞ്ഞ പണമാണ് ഉള്ളതെങ്കിലും അതെങ്ങനെ സേവ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നടത്താം എന്നുകൂടെ ഉള്ള ഒരു പാഠം വളരെ കുഞ്ഞു പ്രായം മുതൽ തന്നെ അവരും പഠിക്കട്ടെ. എങ്ങനെയാണ് പൈസ സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് അത് സേവ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ ചെറിയ പ്രായം മുതൽ കുട്ടികൾക്ക് അതിനുള്ള ഒരു ട്രെയിനിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു ലൈഫ് തുടങ്ങുമ്പോൾ അവർക്കൊരു ഫിനാൻഷ്യൽ സ്റ്റക്ക് വരുമ്പോൾ ഒരിക്കലും അവർ നിരാശപ്പെടാനോ അല്ലെങ്കിൽ അവരാകെ അന്തം വിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയോ അവർക്ക് വരില്ല. അവരിൽ കൊടുക്കുന്ന അച്ഛനമ്മമാർ തന്നെ വളരെ ചെറിയ ഒരു 10-20 രൂപ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അങ്ങനെ കൊടുത്തുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് എങ്ങനെ സേവ് ചെയ്യാമെന്ന് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ കഴിയും. അങ്ങനെ പഠിപ്പിച്ചു കഴിയുമ്പോൾ ആ സേവ് ചെയ്ത പണം അവരെങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ ഇപ്പം തന്നെ അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവരുടെ
ലൈഫിലുണ്ടാകുന്ന ഫിനാൻഷ്യൽ ക്രൈസിസിനെയൊക്കെ അവർ പുഞ്ചിരിയോടുകൂടി അവർക്ക് ടാക്കിൾ ചെയ്യാൻ കഴിയും. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മളുടെ വിദ്യാഭ്യാസവും നല്ല ആഹാരവും വസ്ത്രവും ഒക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു ബേസായി. പിന്നെ അതനുസരിച്ച് അവർ ഏൺ ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് തുടങ്ങുമ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഓരോ കാര്യം ഞാൻ എൻ്റെ മിനിമൽ നീഡ്സൊക്കെ എൻ്റെ ഈ വരുമാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഡ്യൂക്കേഷൻ അവർക്ക് വളരെ കുഞ്ഞു പ്രായം മുതൽ തന്നെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ പ്രവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതൊരു വലിയ ആശ്വാസം തന്നെയായിരിക്കും, വലിയ പാഠം തന്നെയായിരിക്കും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത്തരം ഒരു പാരൻസായി നിങ്ങളും മാറട്ടെ. അതുപോലെ വരുമാനത്തിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ നിങ്ങളും പഠിക്കട്ടെ. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന് അതൊരു ആങ്സൈറ്റിയിലേക്ക് പോവാതെ നിങ്ങളുടെ ലൈഫ് സന്തോഷമായി മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ സന്തോഷങ്ങളൊക്കെ ലൈഫിൽ നടത്തി കിട്ടാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി സപ്പോർട്ടോടു കൂടി നിങ്ങളൊരു നല്ല ഫിനാൻഷ്യൽ ബാക്ക് ബോണോടുകൂടി നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.